വാം വെൽക്കം എവരിവൺ. ഇന്നത്തെ ഈ വീഡിയോ ട്യൂട്ടോറിയലിൽ നമ്മൾ കവർ ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻസ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കേണ്ടി വരുന്ന ഇക്വേഷൻസും അതിൻ്റെ മീനിങ്ങും സിമിലർലി അത് എങ്ങനത്തുള്ള പ്രോബ്ലംസ് നമ്മൾ അതിൽ എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതുമാണ്. അതായത് ഈ ട്യൂട്ടോറിയൽ എക്സാമിനേഷൻ്റെ ലാസ്റ്റ് ദിവസം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാകാം. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ എക്സ്പ്രഷൻസും ഞാൻ ഇതിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഇത് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിക് ആയിട്ട് നമ്മൾ ആ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ എങ്ങനെയാണ് പ്രോബ്ലംസിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഈ ഒരു സെഷൻ ഉണ്ടാക്കാനുള്ള റീസൺ എന്ന് പറയുന്നതും ധാരാളം ഇക്വേഷൻസ് ട്രാൻസ്മിഷൻ ലൈൻസ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പോർഷനിൽ നിന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി കൺഫ്യൂഷൻസ് ഉണ്ടാവാനും സാധ്യതയുള്ളതാണ്. ഇത്രയധികം ഇക്വേഷൻസ് പല ഇടങ്ങളിലായിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുക ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഇതിൻ്റെ എക്സ്പ്രഷൻസ് ഓരോന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ച് അത് കറക്റ്റ്ലി എവിടെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പ്രോബ്ലംസ് വരുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് വർക്കൗട്ട് ചെയ്യാൻ കഴിയും. ഇതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷനാണ് അല്ലെങ്കിൽ ടെലിഗ്രാഫി ഇക്വേഷനാണ്. ഡി സ്ക്വയർ വി ബൈ ഡി ഇസഡ് സ്ക്വയർ ഈക്വൽ ടു ഗാമ സ്ക്വയർ വി ഓർ ഡി സ്ക്വയർ ഐ ബൈ ഡി ഇസഡ് സ്ക്വയർ ഈക്വൽ ടു ഗാമ സ്ക്വയർ ഐ. ഈ ഒരു എക്സ്പ്രഷൻ വെച്ചുകൊണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. ബട്ട് ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്മിഷൻ ലൈൻ ഇക്വേഷൻ അല്ലെങ്കിൽ ടെലിഗ്രാഫി ഇക്വേഷനാണിത്. ബട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഗാമ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. അത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. സോ സെക്കൻഡ് വൺ ഗാമയാണ്. ഗാമയ്ക്കകത്ത് രണ്ട് ടേംസ് ഉണ്ട്. ആൽഫ പ്ലസ് ജെ ബീറ്റയാണ്. ആൽഫ എന്ന് പറയുന്നത് അറ്റ്യൂനേഷൻ കോൺസ്റ്റൻറ്റും ബീറ്റ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റും ആണ്. ഇനി ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന യൂണിറ്റ് എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ആൽഫയുടേത് നേപ്പേഴ്സ് പെർ മീറ്ററിലാണ് കിട്ടുന്നത്. സിമിലർലി ബീറ്റയുടെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് റേഡിയൻസ് പെർ മീറ്ററിലാണ്. റേഡിയൻസ് പെർ മീറ്റർ. അപ്പം പ്രോബ്ലത്തിൽ ഇത് കൺവേർട്ട് ചെയ്ത് മാർക്ക് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് ഈ നേപ്പേഴ്സ് പെർ മീറ്ററിനെ നമുക്ക് ഡി ബി പെർ മീറ്ററിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 8.686 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. റൈറ്റ്, 8.686 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡി ബി പെർ മീറ്ററിലേക്ക് മാറ്റാൻ പറ്റും. സിമിലർലി ബീറ്റേനെ റേഡിയൻസ് പെർ മീറ്ററിൽ നിന്ന് സിമിലർലി ഡിഗ്രി പെർ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ 57.3 ഡിഗ്രി കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. റൈറ്റ്, ഇക്കാര്യം ഓർത്തിരിക്കേണ്ടതാണ്. സോ ഡയറക്റ്റ്ലി ആൽഫ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പിലുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്യണം. ഇനി ആറും എല്ലും ജിയും സി എല്ലാം തന്നുകൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ഗാമ എന്ന് പറയുന്ന പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന റൂട്ട് ഓഫ് ആർ പ്ലസ് ജെ ഒമേഗ എൽ ഇൻറ്റു ജി പ്ലസ് ജെ ഒമേഗ സി എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്യണം. ആർ എൽ ജി സി എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കണ്ടക്റ്റൻസ്, കപ്പാസിറ്റൻസ് ആയിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. സിമിലർലി ഇതിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഇസഡ് നോട്ടാണ്. ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. അത് ഇവിടെ കണ്ടിരുന്ന ടേംസിനെ ഈ രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് റൂട്ട് ഓഫ് ആർ പ്ലസ് ജെ ഒമേഗ എൽ ഡിവൈഡഡ് ബൈ ജി പ്ലസ് ജെ ഒമേഗ സി. അപ്പം ഈ രീതിയിൽ ആറും എല്ലും ജിയും സിയും തന്നുകൊണ്ടാണ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. ഗാമ, സിമിലർലി ഇസഡ് നോട്ട്, സിമിലർലി ആൽഫ ബീറ്റ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്രഷൻസ് വെച്ച് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് ഗാമയുടെ റിയൽ ടേം ആയിരിക്കും ആൽഫ ആയിട്ട് വരുന്നത്, ഗാമയുടെ ഇമാജിനറി ടേം ആയിരിക്കും ബീറ്റ ആയിട്ട് വരുന്നത്. ഇനി ഇതിനോടൊപ്പം ക്ലബ് ചെയ്യേണ്ട വേറൊന്ന് ഫേസ് കോൺസ്റ്റൻറ്റ് ബീറ്റയ്ക്ക് വേറൊരു എക്സ്പ്രഷൻ ഉണ്ട്. ബീറ്റ ഈക്വൽ ടു 2π ബൈ ലാംഡയാണ്. ഇതും പലപ്പോഴും യൂസ്ഫുൾ ആയിട്ട് വരുന്നൊരു എക്സ്പ്രഷൻ കൂടിയാണ്. നെക്സ്റ്റ് സിക്സ്ത് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇൻപുട്ട് ഇംപിഡൻസിൻ്റെ എക്സ്പ്രഷനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരു ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഇൻപുട്ട് ഇംപിഡൻസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. സോ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ ഞാൻ ആദ്യം എഴുതാം. ഇസഡ് ഇൻപുട്ട് ഈക്വൽ ടു ഇസഡ് നോട്ട് ഇൻറ്റു ഇസഡ് എൽ പ്ലസ് ഇസഡ് നോട്ട് ടാൻ എച്ച് ഗാമ എൽ ഡിവൈഡഡ് ബൈ ഇസഡ് നോട്ട് പ്ലസ് ഇസഡ് എൽ ടാൻ എച്ച് ഗാമ എൽ. ഇത് ഒരു ജനറൽ ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. ബട്ട് നമുക്ക് പലപ്പോഴും ഈ എക്സ്പ്രഷൻ്റെക്കാളും യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഇത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷനാണ്. ഇതിൽ ഗാമ കംപ്ലീറ്റ്ലി തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ആൽഫ അറ്റ്യൂനേഷൻ പാർട്ടും ഫേസ് കോൺസ്റ്റൻ്റ് പാർട്ടും യൂസ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ലോസ് ഇല്ലാത്ത ലൈൻ, ദാറ്റ് മീൻസ് ലോസ്ലെസ് ലൈൻസ് ആണെങ്കിൽ ഗാമ എന്ന് പറയുന്നത് ജെ ബീറ്റ ആയിട്ട് മാറും. സോ ഇത് കഴിഞ്ഞിട്ട് വരുന്ന എക്സ്പ്രഷനാണ് കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിട്ട് കണ്ടിട്ടുള്ളത്. ഇസഡ് ഇൻപുട്ട് ഈക്വൽ ടു ഇസഡ് നോട്ട് ഇൻറ്റു ഇസഡ് എൽ പ്ലസ് ജെ ഇസഡ് നോട്ട് ടാൻ ബീറ്റ എൽ divided by z0 plus jzl tan beta l.
അപ്പോൾ പ്രാക്ടിക്കലി വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നെങ്കിൽ പ്രാക്ടിക്കലി യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഈ എക്സ്പ്രഷനാണ്. എനിവേ ഈ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ഒരാൾക്ക് സുഖമായിട്ട് ഇത് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. വേറെ ഒന്നും നടത്തിയിട്ടില്ല. ടാനിസ് ഗാമ എൽ ഗാമ ആൽഫ പ്ലസ് ജെ ബീറ്റയാണ്, ആൽഫ 0 ആവുകയാണ്. സോ അതുകൊണ്ട് ഇമാജിനറി ടേമിൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഓരോ ടേംസും ചെക്ക് ചെയ്യാം. Z0 ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ആണ്. ZL എന്ന് പറയുന്ന ലോഡ് സൈഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇംപെഡൻസ് ആണ്. സിമിലർലി നെക്സ്റ്റ് ബീറ്റ നമ്മൾ നേരത്തെ കണ്ടു, ഫേസ് കോൺസ്റ്റൻ്റ് ആണ്. അത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റുമായിട്ടും റിലേറ്റ് ചെയ്തിട്ടുണ്ട്. 2π/λ ആണ്. L എന്ന് പറയുന്നത് എത്ര ലാംഡ ലൈനാണ്, അതായത് λ/2 ആയിട്ട് തരാം, ചിലപ്പോൾ λ/4 ആയിട്ട് തരാം. അപ്പോൾ പല കേസുകളിലായിട്ടത് തരാം. ഇനി ഈ എക്സ്പ്രഷനിൽ നിന്ന് കിട്ടുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോമറിൻ്റെ എക്സ്പ്രഷനാണ്. ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോമർ. ക്വാർട്ടർ വേവ് എന്ന് പറയുമ്പം L = λ/4 ആകുന്നു എന്നാണ് മീനിങ്. അപ്പം ഈ എക്സ്പ്രഷനിൽ L = λ/4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഈ ടാൻ 90 ഡിഗ്രി എന്ന് വരും, അതായത് ഇൻഫിനിറ്റി ആയിട്ട് ഈ പാർട്ട് വരും. സോ അതൊരു ജനറൽ ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. Z ഇൻപുട്ട്, ആ സമയത്തെ ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറയുന്നത് Z0² ZL ആണ്. റൈറ്റ്, ഇൻപുട്ട് ഇംപെഡൻസ് Z0² ZL ആണ്. അപ്പം ഒരു ക്വാർട്ടർ വേവ് ട്രാൻസ്ഫോമർ തന്ന് ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് തന്നിട്ടുണ്ട്, ലോഡ് ഇംപെഡൻസും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഷോർട്ട് സർക്യൂട്ട് ലോൺ ആണെന്നൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് ഇംപെഡൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഈ എക്സ്പ്രഷൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ഇത് ബൈഹേർട്ട് ചെയ്ത്, ഇത് ജനറലി ബൈഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഫാസ്റ്ററായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഈ 7ാമത്തെ എക്സ്പ്രഷനായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് 8ാമത്തെ എക്സ്പ്രഷൻ നോക്കാം. 8ാമത്തെ എക്സ്പ്രഷൻ ഞാൻ ഈ സ്ലൈഡിൽ തന്നെ എഴുതുകയാണ്. റീസൺ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. 8ാമത്തെ എക്സ്പ്രഷൻ ആക്ച്വലി ലോസ്ലെസ് ലൈൻ ആവുന്നുണ്ട കേസിലുള്ളതാണ്. ലോസ്ലെസ് ലൈൻ ആകുമ്പം ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസിൻ്റെ എക്സ്പ്രഷൻ ഞാൻ ഫസ്റ്റ് എഴുതുകയാണ്. ഇതിപ്പോൾ പറയുന്ന ബൈഹേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു ജനറൽ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പലതും എഴുതാൻ പറ്റുന്നതാണ്. ലോസ്ലെസ് ലൈൻ ആകുമ്പം ലോസ് ഇല്ലാത്ത ലൈനാണ്. ഇതിലെ ലോസി എലമെൻറ്റ്സ് എന്ന് പറയുന്ന റെസിസ്റ്റൻസും ഈ ലീക്കേജ് ആയിട്ട് വരുന്ന കണ്ടക്റ്റൻസും ആണ്. എനർജി സ്റ്റോറേജ് എലമെൻ്റ് ആണ് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും. സോ R ഉം G ഉം 0 ആകുന്നു. അപ്പോൾ അത് ഈ എക്സ്പ്രഷനിൽ √jωL/jωc എന്ന് വരും. ദാറ്റ് മീൻസ് L/C ആയിട്ട് നമുക്ക് Z0 ഒബ്റ്റെയിൻ ചെയ്യും. Z0 = √L/C ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ബട്ട് നമുക്കറിയാം √L/Cയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്യുവർലി റെസിസ്റ്റീവ് ആയിരിക്കും. റൈറ്റ്, അപ്പം അതുകൊണ്ട് തന്നെ പ്യുവർലി റെസിസ്റ്റീവായിട്ടാണ് നമ്മളത് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി 9ാമത്തതും ലോസ്ലെസ് ലൈനിൽ തന്നെയാണ്. അതിൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് എക്സ്പ്രഷനാണ്. വേറെ ഒന്നും ചെയ്യേണ്ട, R ഉം G ഉം 0 ആവണമെന്ന് അസ്യൂം ചെയ്യുക. അപ്പം jω × jωLC എന്ന് വരും. jω ഞാൻ ബ്രാക്കറ്റിന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ jω × √LC ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പം ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാമത്തെ എക്സ്പ്രഷനായിട്ട് അത് ഡിനോട്ട് ചെയ്യാണ്. ബീറ്റ മാത്രമേ അവിടെ ഉള്ളൂ. ബീറ്റ = ω√LC ആണ്. റൈറ്റ്, കാരണം വേറെ ഒന്നുമില്ല, ബീറ്റ ഇമാജിനറി ടേം ഓഫ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഇമാജിനറി ടേം എന്ന് പറഞ്ഞാൽ ω√LC ആയിട്ട് മാത്രം വരും. ഇനി 11ാമത്തെ എക്സ്പ്രഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഫേസ് വെലോസിറ്റിയുടെ എക്സ്പ്രഷനാണ്. ഫേസ് വെലോസിറ്റി = ω/β ആണ്. റൈറ്റ്, ഫേസ് വെലോസിറ്റി = ω/β ആണ്. 12ാമത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് വെലോസിറ്റിയുടെയാണ്. അത് ഡെറിവേറ്റീവ് എടുക്കും, രണ്ട് സൈഡും. ഡെറിവേറ്റീവ് ഓഫ് ω/ഡെറിവേറ്റീവ് β അല്ലെങ്കിൽ dω/dβ ആയിട്ട് ഡിനോട്ട് ചെയ്യും. ഇനി ഈ ഫേസ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഇത് മാത്രം പഠിക്കുന്നതാണ് നല്ലത്. കൂടുതലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആവും. ഫേസ് വെലോസിറ്റി = ω/β ആണ്. നമ്മൾ ω/β ഈ എക്സ്പ്രഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ലോസ്ലെസ് ലൈൻ ആകുമ്പം ω/β എന്ന് പറയുന്നത് ω√LC ആണ്. സോ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് 1/√LC ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്, ഫേസ് വെലോസിറ്റി. സിമിലർലി ഗ്രൂപ്പ് വെലോസിറ്റി ആണെങ്കിലും 1/√LC തന്നെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഫേസ് വെലോസിറ്റി, ഗ്രൂപ്പ് വെലോസിറ്റി കൺസെപ്റ്റ്സുകളെല്ലാം തന്നെയും മുമ്പിലുള്ള എൻ്റെ ട്യൂട്ടോറിയൽസിൽ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൺസെപ്റ്റ് വൈസായിട്ട് ചെക്ക് ചെയ്യുന്നില്ല, എക്സ്പ്രഷൻ വൈസായിട്ട് മാത്രമാണ് ഞാനിതിൽ കവർ ചെയ്ത് പോകുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ 13ാമത്തായിട്ട് തരുന്നത് Z0 സ്ക്വയർ എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് ഇൻറ്റു ഷോർട്ട് സർക്യൂട്ട് ഇംപിഡൻസ് ആണ്. റൈറ്റ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഇംപിഡൻസ് എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ ഓഫ് ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് ഇംപിഡൻസ് ആണ്. ഓപ്പൺ സർക്യൂട്ട് കിട്ടാൻ വേണ്ടി ഈ എക്സ്പ്രഷനിൽ ZL ∞ ചെയ്താൽ മതി. അപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ഇംപിഡൻസ് നമുക്ക് കിട്ടും. സിമിലർലി ഷോർട്ട് സർക്യൂട്ട് കിട്ടാൻ വേണ്ടി ഈ എക്സ്പ്രഷനിൽ ലോഡ് ഇംപിഡൻസ് ഷോർട്ടാക്കി വയ്ക്കുക, 0 ആക്കി അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ കിട്ടും. അപ്പോൾ ജനറലി ഇങ്ങനെ ഒരെണ്ണം കൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. സോ നെക്സ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു ജനറലായിട്ടുള്ളൊരു കേസാണ്. അതായത് ഞാൻ ഒരു എക്സ്പ്രഷൻ എഴുതാം. എക്സ്പ്രഷനിൽ ഇപ്പം അസ്യൂം 10e⁻⁴t - 4z. റൈറ്റ്, ഇങ്ങനെ ഞാനൊരു എക്സ്പ്രഷൻ എഴുതി 10e⁻⁴t - 4z. അപ്പോൾ ഒരു വേവിൻ്റെ എക്സ്പ്രഷൻ ഇതുപോലെ തന്നു കഴിഞ്ഞാൽ
റൈറ്റ്. ഇത് ഞാനിത് സ്റ്റാൻഡേർഡ് ഫോമിൽ നിന്ന് മാറ്റി എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് എഴുതാൻ പറ്റും. ഒമേഗ എന്ന് പറയുന്നത് j⍵t ആണ്. ഒമേഗ = 2 റേഡിയൻസ് പെർ സെക്കൻഡ് ആയിരിക്കും. സിമിലർലി ബീറ്റ എന്ന് പറയുന്നത് 4 ആയിരിക്കും. റൈറ്റ്. j⍵t - βz എന്നാണ് അതിൻ്റെ ഫോം. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ബീറ്റ = 4 ആണ്. സിമിലർലി ഈ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് +z ഡയറക്ഷനിലായിരിക്കും. പിന്നെ അതിനോടൊപ്പം അതിൻ്റെ മാക്സിമം മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പം ഇങ്ങനെ ഒരു ജനറൽ എക്സ്പ്രഷൻ എപ്പോഴും റിലേറ്റ് ചെയ്ത് പഠിച്ചിരിക്കുക. അത് നമുക്ക് യൂഷ്വലി ഡിനോട്ട് ചെയ്യുന്ന v+e⁻j⍵t - βz ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. സോ അപ്പം ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞിട്ട് ഫേസ് വെലോസിറ്റിയും സിമിലർലി ഗ്രൂപ്പ് വെലോസിറ്റിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു വേവാണ് തരുന്നുണ്ടെങ്കിൽ ബീറ്റയുടെ വാല്യൂ നമുക്ക് ഈ എക്സ്പ്രഷനിൽ നിന്ന് കിട്ടും. സിമിലർലി ബീറ്റയ്ക്ക് ഈ എക്സ്പ്രഷൻ വഴി, ലോസ്ലെസ് ലൈൻ ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ വഴി അതിനൊരു വാല്യൂ ഉള്ളതാണ്. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്ത് പലപ്പോഴും എല്ലും സി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിവേ ഈ എക്സ്പ്രഷൻസ് ഞാൻ ഇപ്പോൾ ഇതുവരെ പറഞ്ഞ എക്സ്പ്രഷൻസ് എല്ലാം തന്നെ ഒരുവിധം നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കേണ്ടതാണ്. കാരണം ഈ ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞ ഈ പർട്ടിക്കുലർ പോർഷനിൽ ഈ എക്സ്പ്രഷൻസ് നന്നായിട്ട് അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പ്രോബ്ലംസും സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം ആ കൺസെപ്റ്റ്സും കൂടെ വേണം. ഡയറക്റ്റ്ലി നമുക്ക് ബ്ലൈൻഡായിട്ട് ഇക്വേഷൻ പലപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അത് ക്വസ്റ്റ്യൻ പ്രോപ്പർലി വായിച്ചിട്ട് ഉള്ള കൺസെപ്റ്റ്സ് വഴി നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അടുത്ത ഇക്വേഷനിലേക്ക് പോകാം. അടുത്ത എക്സ്പ്രഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റാണ്. വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് γ d ആയിട്ടാണ്. ആ γ d എന്ന് പറയുന്നത് റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ബൈ ഇൻസിഡൻറ്റ് വോൾട്ടേജ് ആണ്. ഇതിന് ഒന്നിൽ കൂടുതലായിട്ടുള്ള എക്സ്പ്രഷൻസ് ഉണ്ട്. റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ബൈ ഇൻസിഡൻറ്റ് വോൾട്ടേജ് എന്ന് പറയുമ്പം ഇതിൻ്റെ തിയററ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ ട്രാൻസ്മിഷൻ ലൈനിൽ ഞാൻ ഒരു വേവ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. റൈറ്റ്. ആ വേവ് ഞാൻ ഇതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അത് കറസ്പോണ്ടിംഗ്ലി ടെർമിനേറ്റ് ചെയ്യുന്ന സൈഡ് ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസിലല്ലെങ്കിൽ ഈ വേവ് ലോഡ് സൈഡിൽ നിന്ന് അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് ഇൻസിഡൻറ്റ് സൈഡിലേക്ക് പോകും. ആൻഡ് ഫൈനലി അവിടെ ഒരു സ്റ്റാൻഡിങ് വേവ് ക്രിയേറ്റ് ചെയ്യും. അപ്പം അതിൽ നിന്ന് നമുക്ക് റിഫ്ലക്റ്റഡ് വേവും ഉണ്ടാവും. സിമിലർലി ഇൻസിഡൻ്റ് ആയിട്ട് വരുന്ന വേവും കാണും. റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന വേവും ഇൻസിഡൻറ്റ് വേവും കാണും. ഇതിൻ്റെ റേഷ്യോസ് ആണ് ആക്ച്വലി വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇത് നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ടെർമിനേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് വേറൊരു എക്സ്പ്രഷനിൽ ഡിനോട്ട് ചെയ്യാം. ZL - Z0/ZL + Z0 ആയിട്ടും ഡിനോട്ട് ചെയ്യാം. അഗെയിൻ ഓർത്തിരിക്കുക, ലോഡ് സൈഡ് എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഇംപെഡൻസ് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി 0 ആയിരിക്കും. കാരണം റിഫ്ലക്റ്റർ വോൾട്ടേജ് ആ ടൈമിൽ 0 ആയിരിക്കും. ZL = Z0 ആകുമ്പോൾ γ d, അതായത് വോൾട്ടേജ് റിഫ്ലക്ഷൻ പോയിന്റ് 0 ആകുകയും റിഫ്ലക്റ്റഡ് വോൾട്ടേജ് കംപ്ലീറ്റ്ലി തന്നെ 0 ആയിട്ട് പോവുകയും ചെയ്യും. ഇനി γ d കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ നമ്മൾ മനസ്സിൽ അടുത്ത വരേണ്ട എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് വേവിൻ്റെയാണ്. വോൾട്ടേജ് സ്റ്റാൻഡിങ് വേവ് റേഷ്യോയുടേതാണ്. VSWR ആണ്. ഇതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ S ആണ്. S = 1 + mod γ d / 1 - mod γ d. ഇത് പലരും മറക്കുന്നൊരു കാര്യം ഈ മോഡാണ്. മോഡ് പലരും വിട്ടിട്ട് γ ഡിക്ക് പോസിറ്റീവ് വാല്യൂ മാത്രമേ അസ്യൂം ചെയ്യാറുള്ളൂ. പല പ്രോബ്ലംസിനും പല സ്റ്റുഡൻസും ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇതിന് പോസിറ്റീവ് വാല്യൂവും വരാം, സിമിലർലി നെഗറ്റീവ് വാല്യൂവും വരാം γ ഡിക്ക്. ഇനി അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അതും കൂടെ മെൻഷൻ ചെയ്യുകയാണ്. γ d പോസിറ്റീവ് ആവുക, വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമിനേറ്റ് ചെയ്യുന്ന സൈഡിൽ വോൾട്ടേജ് മാക്സിമത്തിൻ്റെ അടുത്ത് വരുന്നുണ്ടാവും. റൈറ്റ്. γ d പോസിറ്റീവ് ആവുന്നുണ്ടെങ്കിൽ. ഇനി γ d നെഗറ്റീവ് ആവുന്നുണ്ടെങ്കിൽ, അതായത് V മിനിമം ആണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവിടെ നെഗറ്റീവ് വോൾട്ടേജ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഞാനിത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. അത് ചിലപ്പോൾ ഇതുപോലെ വേവ് തന്നിട്ടായിരിക്കാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പം നോക്കുക, ലോഡ് സൈഡിൽ മാക്സിമത്തിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. വോൾട്ടേജ് ആ സ്റ്റാൻഡിങ് വേവ് മാക്സിമത്തിൻ്റെ അടുത്താണെങ്കിൽ അത് ഡെഫിനറ്റ്ലി വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ആയിരിക്കും. അതേസമയം ലോഡ് സൈഡിൽ വോൾട്ടേജ് റിഫ്ലക്ഷൻ ലോഡ് സൈഡിൽ ആ സ്റ്റാൻഡിങ് വേവ് മിനിമൽ ആണെങ്കിൽ വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് നെഗറ്റീവും ആയിരിക്കും. സിമിലർലി നോക്കേണ്ടത് γ ഡിയുടെ വാല്യൂ -1 to +1 വരെയാണ് വേരി ചെയ്യുന്നത്. എസിൻ്റെ വാല്യൂ, വോൾട്ടേജ് സ്റ്റാൻഡിങ് വേവ് റേഷ്യോയുടെ വാല്യൂ വേരി ചെയ്യുന്നത് 1 to ∞ വരെയാണ് വേരി ചെയ്യുന്നത്. ഇത് -1 to +1 വരെ. 1 ആവുന്നു എന്ന് പറയുന്നത് γ d കറസ്പോണ്ടിങ് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് 0 ആകുന്ന സമയത്താണ്. ആ സമയത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള മാച്ചിങ് ആണ് നടക്കുന്നത്. കംപ്ലീറ്റ് പവറും ലോഡ് സൈഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ മിസ്മാച്ച് ഉണ്ടാകും. സം പാർട്ട് ഓഫ് ദി പവർ ലോഡ് സൈഡിൽ ടെർമിനേറ്റ് ആവാതെ ആ ട്രാൻസ്മിഷൻ ലൈനകത്ത് തന്നെ കൺക്ലൂഡഡ് ആയി തീരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കൺസെപ്റ്റായിട്ട് വരുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കേണ്ട കൺസെപ്റ്റ്, പലപ്പോഴും ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഈ സ്റ്റാൻഡിങ് വേവ് തന്നുകൊണ്ട് തന്നെ ചോദിക്കാം. അപ്പോൾ സ്റ്റാൻഡിങ് വേവ് തന്നുകൊണ്ട് വരുന്നത് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ വരയ്ക്കുകയാണ്. ഇത് എഗെയിൻ ലോഡ് സൈഡാണെന്ന് അസ്യൂം ചെയ്യാം. റൈറ്റ്. ലോഡ് സൈഡാണിത്. ഈ ലോഡ് സൈഡിൽ നിന്ന്
കറസ്പോണ്ടിങ്ലി ഇത് വീണ്ടും ഈ സൈഡിൽ ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ഈ ഒരു ഡിസ്റ്റൻസാണ് λ/2, റൈറ്റ്. മിനിമം അല്ലെങ്കിൽ മാക്സിമംസ് തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഡിസ്റ്റൻസാണ് λ/2. അപ്പോൾ ഫിഗറിൽ ഈ മിനിമ തമ്മിലുള്ളെങ്കിൽ മാക്സിമം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും മെൻഷൻ ചെയ്യുന്നത്. സം സെൻറ്റിമീറ്റേഴ്സിൽ തന്നിട്ടുണ്ടാവാം. അങ്ങനെ തരുന്നു, ആ ഫിഗറിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വേവ് എന്താണെന്നുള്ളതാണ്. സിമിലർലി ഓർത്തിരിക്കേണ്ട നേരത്തെ പറഞ്ഞ കാര്യമാണ് ഈ കറസ്പോണ്ടിങ് കാണിച്ചിരിക്കുന്നത് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് നെഗറ്റീവ് വാല്യൂ ആണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ള കൺസെപ്റ്റുമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ ആക്ച്വലി ഫിഗർ തന്നു കഴിഞ്ഞാൽ തന്നിട്ടുണ്ടെന്നാണ് മീനിങ്. ഇത് വി മാക്സ് ആണ്, സിമിലർലി ഇത് വി മിനിമം ആണ്, റൈറ്റ്. സോ ഈ വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോയുടെ ഈ പാറ്റേണിൽ നിന്ന് S=Vmax/V minimum ആയിട്ട് എനിക്ക് ഡിനോട്ട് ചെയ്യാം. S=Vmax/V minimum. അപ്പം ഈ ഒരൊറ്റ ഫിഗർ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്ന മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ ആണ്. ഈ സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് കിട്ടും. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ലോഡ് സൈഡിലുള്ള വേവിൻ്റെ ഷേപ്പ് ചെക്ക് ചെയ്യുക. അപ്പോൾ വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിംഗ്ലി ലോഡ് ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, പ്രൊവൈഡഡ് ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് തന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം കണക്ട് ചെയ്ത് കിടക്കുന്ന കാര്യമാണെന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി അടുത്ത അതുപോലെ കണ്ടിട്ടുള്ള ഒരെണ്ണമാണ് ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻറ്റ്. ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ടോ ആയിട്ടാണ്. ടോ ഈക്വൽ ടു 2 × ZL ഡിവൈഡഡ് ബൈ ZL പ്ലസ് Z0 എന്നാണ്. ZL എന്ന് പറയുന്ന ലോഡ് ഇമ്പിഡൻസ് ആണ്, Z0 ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസും ആണ്. അതായത് ലോഡ് സൈഡിൽ വരുന്ന വോൾട്ടേജ് ഡിവൈഡഡ് ബൈ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഇൻസിഡൻറ്റ് വോൾട്ടേജ് ആണ്. ഇൻസിഡൻറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നതിനകത്ത് ഒറ്റ ടേം മാത്രമേ കാണത്തുള്ളൂ, V+ എന്ന് പറയുന്ന ഒരു ടേം മാത്രമേ കാണത്തുള്ളൂ, കാരണം അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ്. ബട്ട് ലോഡ് സൈഡിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പം നമ്മൾ അപ്ലൈ ചെയ്ത ഇൻസിഡൻറ്റ് വോൾട്ടേജും കാണാം, സിമിലർലി ഇത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റിഫ്ലക്റ്റഡ് വോൾട്ടേജും കാണാം, റൈറ്റ്. അപ്പം ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യേണ്ട ഇൻസിഡൻറ്റ് വോൾട്ടേജ് പ്ലസ് റിഫ്ലക്റ്റഡ് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻസിഡൻറ്റ് വോൾട്ടേജ്, റൈറ്റ്. അതാണ് ബേസിക്കലി ട്രാൻസ്മിഷൻ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ കണ്ടിട്ടുള്ളത് ഇലക്ട്രിക്കൽ ലെന്ത് എന്താണെന്നുള്ളതാണ്. ഇലക്ട്രിക്കൽ ലെന്ത് എന്ന് പറയുന്നത് βL ആണ്. ഇലക്ട്രിക്കൽ ലെന്ത് റൈറ്റ് ഈക്വൽ ടു β × L ആണ് ഇലക്ട്രിക്കൽ ലെന്തായിട്ട് വരുന്നത്. ബീറ്റ നമുക്കറിയാം ഫേസ് കോൺസ്റ്റൻ്റ് ആണ്. L തന്നിട്ടുണ്ടോ എത്ര സെൻറ്റിമീറ്റർ ആണെന്നുള്ളത് അത് കറസ്പോണ്ടിംഗ്ലി പെർ മീറ്ററിലായിട്ടിട്ട് ചെയ്യേണ്ടതായിട്ട് വരാം βL. നെക്സ്റ്റ് ഞാൻ ആ ട്രാൻസ്മിഷൻ ലൈൻസ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പം വിട്ടുപോയ രണ്ട് കാര്യങ്ങളുണ്ടാണ്. അത് ഡിസ്റ്റോഷൻ ലെസ് ലൈൻ ആണെങ്കിലുള്ള കണ്ടീഷനാണ്. ഡിസ്റ്റോഷൻ വളരെ കുറവായിട്ടുള്ള ലൈൻ, ആ ലൈനിൽ വരുന്ന കണ്ടീഷനാണ് ഹെവി സൈഡ് കണ്ടീഷൻ. ഹെവി സൈഡ് കണ്ടീഷൻ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സ്പ്രഷൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്. LG = RC. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് വരണമെങ്കിൽ അത് ഹെവി സൈഡ് കണ്ടീഷൻ എന്നാണ് മീൻ ചെയ്യേണ്ടത്. അതിൽ നിന്ന് നമുക്ക് അറ്റുനേഷൻ കോൺസ്റ്റൻ്റ് എക്സ്പ്രഷൻ നോട്ട് ചെയ്യാൻ പറ്റും. ഡിസ്റ്റോഷൻ ലെസ് ലൈനിൽ α √RG ആയിട്ടാണ് ഡിനോട്ടഡ് ആവുന്നത്, റൈറ്റ്. സിമിലർലി ഡിസ്റ്റോഷൻ ലെസ് ലൈനിൽ തന്നെ Z0 ക്യാരക്ടറിസ്റ്റിക് ഇമ്പിഡൻസ് ഈക്വൽ ടു നേരത്തെ കണ്ട നമ്മൾ ലോസ്ലെസ് ലൈനിൽ കണ്ട അതേ എക്സ്പ്രഷനാണ് √L/C. അതിൻ്റെ യൂണിറ്റ് R0 ആണ്, അല്ലെങ്കിൽ റെസിസ്റ്റീവ് ആണെന്ന് കണ്ടു. ദാറ്റ് ഈസ് ആൾസോ ഈക്വൽ ടു √R/G എന്ന് നമുക്ക് ഡിസ്റ്റോഷൻ ലെസ് ലൈനിൽ ഡിനോട്ട് ചെയ്യാൻ കഴിയും. ഇനി അടുത്ത എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പ്യൂർലി ട്രാൻസ്മിഷൻ ലൈൻസിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ വേവ്സിൻ്റെ ഭാഗവും കൂടെ കോൺട്രിബ്യൂഷൻ വരുന്നൊരു എക്സ്പ്രഷനാണ്. അത് വേറൊന്നുമല്ല, ഇൻട്രൻസിക് ഇമ്പിഡൻസിൻ്റെ എക്സ്പ്രഷനാണ്. ഇൻട്രൻസിക് ഇമ്പിഡൻസ് നമുക്കറിയാം η = j⍵μ/σ+j⍵ε ആണെന്നറിയാം. പല കേസുകളിലും നമ്മൾ ഫ്രീ സ്പേസ് ആണെങ്കിൽ നമുക്കറിയാം √E/h ആണ് ഈ സാധനം, അല്ലെങ്കിൽ ഇൻട്രൻസിക് ഇമ്പിഡൻസ് എന്നുള്ളത് അറിയാം. സിമിലർലി നമ്മൾ നേരത്തെ മെൻഷൻ ആണെങ്കിൽ ഈറ്റയുടെ ഈ എക്സ്പ്രഷൻ പല കേസുകളിലും Z0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ കേസുകളിലെല്ലാം തന്നെ η √L/C എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്, റൈറ്റ്. ലോസ്ലെസ് ലൈൻസിൻ്റെ കേസുകളിലെ ആപ്ലിക്കേഷൻസ് വരുന്ന സമയങ്ങളിൽ. സോ അതിനോടൊപ്പം അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഈ വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ്, അതായത് വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻറ്റ് ഈക്വൽ ടു ZL - Z0/ZL + Z0 എന്ന് കണ്ടു. അപ്പം Z0 പകരം η0 ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു ഫ്രീ സ്പേസ് ആണെങ്കിൽ. സിമിലർലി ZL ആണെങ്കിൽ നമുക്ക് അതിനെ മീഡിയത്തിൻ്റെ ഇൻട്രൻസിക് ഇമ്പിഡൻസ് കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. സോ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ZL-നെ η2 ആയിട്ടും സിമിലർലി Z0-നെ η1 ആയിട്ടും എനിക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തുള്ള കേസിലുള്ള പ്രോബ്ലംസിൽ ഈ രീതിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറുണ്ട്. ഇനി പലപ്പോഴും ആ കേസുകളിൽ തന്നെയും സിഗ്മ കണ്ടക്ടിവിറ്റി =0 ആയിട്ടും മെൻഷൻ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ എക്സ്പ്രഷൻ ചേഞ്ച് ആവുന്നത് ന്യൂമറേറ്റർ സൈഡിൽ നമ്മൾ നോക്കുമ്പം √μ2/ε2
മൈനസ് റൂട്ട് ഓഫ് μ1 ബൈ എപ്സിലോൺ 1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സൈഡിൽ റൂട്ട് ഓഫ് μ2 ബൈ എപ്സിലോൺ 2 പ്ലസ് റൂട്ട് ഓഫ് μ1 ബൈ എപ്സിലോൺ 1 ആണ്. അത് കറസ്പോണ്ടിംഗ്ലി നോൺ മാഗ്നറ്റിക് ആണെന്നും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം റൂട്ട് ഓഫ് എപ്സിലോൺ 1 മൈനസ് റൂട്ട് ഓഫ് എപ്സിലോൺ 2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എപ്സിലോൺ 1 പ്ലസ് റൂട്ട് ഓഫ് എപ്സിലോൺ 2 ആയിട്ടും വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ ഇതും ഓർത്തിരിക്കേണ്ടതാണ്. 24ാമത്തെ എക്സ്പ്രഷനായിട്ട് ഞാനിത് ഡിനോട്ട് ചെയ്യുകയാണ്. ഇനി 25th എക്സ്പ്രഷനായിട്ട് ഞാൻ ഡിനോട്ട് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പവർ റിഫ്ലക്റ്റഡും പവർ ട്രാൻസ്മിറ്റഡും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പവർ റിഫ്ലക്റ്റഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, വോൾട്ടേജ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻ്റെ സ്ക്വയർ എടുത്താൽ മതിയാവും. റൈറ്റ്, അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പവർ റിഫ്ലക്റ്റഡ്. സോ ഞാൻ ഈ 25 എക്സ്പ്രഷൻസ് വഴി വളരെ കോമൺ ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ 25 എക്സ്പ്രഷൻ നിങ്ങൾ സഫീഷ്യൻ്റ്ലി പഠിക്കുന്നുണ്ടെങ്കിൽ, നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഒരുവിധപ്പെട്ട ഞാൻ ഗ്യാരണ്ടി ചെയ്ത് തന്നെ പറയാം 95% പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. മേ ബി സം ഓഡ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വന്നിരിക്കുക. എന്നിരുന്നാലും ഈ നമ്മുടെ യൂണിവേഴ്സിറ്റി സിലബസിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ബേസ് നിങ്ങൾക്ക് ഉണ്ടാക്കും, ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഇനി ഈ ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ മാത്രമല്ല, നിങ്ങൾ അതിന് മുമ്പിൽ വരുന്ന പ്ലെയിൻ വേവ്സിൻ്റെ എക്സ്പ്രഷൻസും എപ്പോഴും ഓർത്തിരിക്കണം. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു എക്സ്പ്രഷൻ കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. അത് വേറൊന്നുമല്ല, വെലോസിറ്റിയുടെ എക്സ്പ്രഷനാണ്. വെലോസിറ്റി ഓഫ് ആൻ EM വേവിൻ്റെ ആണ്. ദാറ്റ് ഈസ് 1/√of μ0 μr എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആ പ്ലെയിൻ വേവ്സിൻ്റെ കുറച്ച് എക്സ്പ്രഷൻസും നമുക്ക് പ്രത്യേകിച്ചാണ്ട് ഈ എക്സ്പ്രഷൻ, സിമിലർലി ഇപ്പോൾ എഴുതിയ എക്സ്പ്രഷൻ, അതെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ പ്രോബ്ലംസിനകത്തും യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ഈ എക്സ്പ്രഷൻസ് കൂടെ യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് പ്രോപ്പർലി ഇങ്ങോട്ടുള്ള പല കേസുകളിലേക്ക് എത്താൻ പറ്റൂ. ഇനി ഈ എക്സ്പ്രഷൻ നിങ്ങൾക്കറിയാം, 1/√of μ0 എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, ദാറ്റ് ഈസ് C ആണ്. C ഡിവൈഡഡ് ബൈ √of μr എപ്സിലോൺ ആർ ആണ്. റൈറ്റ്. സോ ഇത്രയും എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. സിമിലർലി ഈ പ്രത്യേകിച്ചായിട്ട് ഈ സ്റ്റാൻഡിങ് വേവിൻ്റെയൊക്കെ പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൺസെപ്റ്റ്സും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഇതിന് മുമ്പിൽ തന്ന ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ എക്സ്പ്രഷൻ, അത് കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ് ലോസ്ലെസ് ലൈനിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെ എക്സ്പ്രഷൻ. സിമിലർലി ഈ സ്റ്റാൻഡിങ് വേവ്സിൻ്റെ എക്സ്പ്രഷൻസ്. സോ ഞാൻ ഈ സെഷൻ ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. മറ്റൊരു ട്യൂട്ടോറിയലിൽ നമുക്ക് വീണ്ടും ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ മറ്റ് പ്രോബ്ലംസുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.